ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വീക്സിൽ പ്രോപ്പറായിട്ട് വീഡിയോ അല്ലെങ്കിൽ ലൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഇന്നലെ മിനിഞ്ഞാന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മെയിൻ റീസൺ മാർക്കറ്റ് അത്ര നല്ലൊരു മൂവ്മെന്റ് അല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു. പിന്നെ ഞാൻ മറ്റു പല കാര്യങ്ങളും എൻഗേജ്ഡ് ആയി, അല്ലെങ്കിൽ എന്റെ തിരക്ക് കാരണം എനിക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വീഡിയോസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ലൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ടുഡേ ഓൺവേർഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ, ഒരു റീസൺ ആ മാർക്കറ്റിൽ പ്രോപ്പർ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോക്കാം നമുക്ക് ഇന്ന് മുതൽ മാർക്കറ്റിനെ ഒന്ന് മാർക്കറ്റിന്റെ കൂടെ എന്ത് ചെയ്യാം, ഫ്ലോ ചെയ്ത് മാർക്കറ്റിന്റെ ഫ്ലോന്റെ കൂടെ നമുക്കൊന്ന് ട്രാവൽ ചെയ്ത് നോക്കാം. സോ ഇവിടെ മാർക്കിൽ ഗോൾഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഗോൾഡാണ് നോക്കുന്നത്. എല്ലാം ബ്രേക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി ഒരു ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് ഇങ്ങനെ വന്ന് ഇവിടൊക്കെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഫോം ആയി. ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഒരു ലോ പോയിന്റ് ഇതാണ്. അതിന്റെ ലോവർ ഹൈനെ എന്ത് ചെയ്തു, മാർക്കറ്റ് വീണ്ടും മേലോട്ട് തിരിച്ച് ബ്രേക്ക് ചെയ്തു. സോ അപ് ട്രെൻഡിലോട്ട് തിരിഞ്ഞു. ദെൻ ഈ ഒരു ഹൈ കൺഫേം ആയി, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. ദെൻ ഇവിടെ കൺഫേം ആയിട്ട് അത് ബ്രേക്ക് ചെയ്തു. ദെൻ ഇവിടെ കൺഫേം ആയിട്ടില്ല, പിന്നെ ഇവിടെയാണ് കൺഫേം ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഇപ്പൊ കറന്റ് മാർക്കറ്റ് നിൽക്കുന്നത് ഏത് ട്രെൻഡിലാണ്, അപ് ട്രെൻഡിലാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി നല്ല ലിക്വിഡിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്, പെൻഡിങ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നലത്തെ മാർക്കറ്റിൽ ആ ലിക്വിഡിറ്റീസിനൊക്കെ മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഇന്റർണൽ ചേഞ്ച് തന്നിട്ടുണ്ട്. സോ ഇതൊരു സ്ട്രോങ് ഏരിയ ആണ്. ഓക്കെ, ഇവിടെ ലിക്വിഡിറ്റീസ് ഒക്കെ വൈപ്പ് ഔട്ട് ചെയ്ത് പോയ ഏരിയ ആയതുകൊണ്ട് ഇനി മാർക്കറ്റ് ഇങ്ങോട്ട് വരാനുള്ള ചാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. സോ നമ്മൾ ഏഷ്യന്റെ ലോൺ ഇന്ന് എന്ത് ചെയ്യണ്ട, വല്ലാണ്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണ്ട. അതിന്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും, പോകും. പിന്നെ അത്യാവശ്യത്തിന് എന്ത് ചെയ്യാനുണ്ട്, മാർക്കറ്റ് ഇങ്ങോട്ട് താഴത്തോട്ട് വരാനുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇത്ര മൂവ്മെന്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ ഇതിന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ, ഇവിടെ ഇത്രയും ലിക്വിഡിറ്റീസ് ഉണ്ട് അല്ലെ, ലോവർ ടൈം ഫ്രെയിമിലോട്ടൊക്കെ പോകുന്ന ടൈമിൽ ഇത്രയും ലിക്വിഡിറ്റീസ് ഉണ്ട്. ഇത് ക്ലിയർ ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് പോകുന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് പേഴ്സണലി എന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ കാണുന്നത്. ഓക്കെ, ഒരിക്കലും ഡയറക്റ്റ് എൻട്രി ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. കാരണം അത്യാവശ്യം ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് തന്നെ എത്ര സൈസ് ഉണ്ട്, ഏകദേശം 3000 പോയിന്റ്സ് എന്തുണ്ട്, ഈ ഒരു ഒറ്റ ക്യാൻഡലിന്റെ വലിപ്പമുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു സൈസ് വലിപ്പമുണ്ട്. അപ്പൊ നമ്മൾ അത് നോക്കുന്നില്ല. നമുക്ക് കണ്ടിന്യൂഷൻ എൻട്രി അല്ലെങ്കിൽ കൺഫർമേഷൻസ് എൻട്രി മാത്രം എന്ത് ചെയ്താൽ മതി, ഗോൾഡിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ഇതാണ് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. മാർക്കറ്റ് ഇവിടുന്ന് പോകാനാണ് ചാൻസസ് കൂടുതൽ. ഇനി അതെല്ലാം ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ബേസിൽ എന്ത് ചെയ്യാം, പുതിയ ട്രേഡിംഗ് പ്ലാൻസ് കാര്യങ്ങൾ നോക്കാം. ദെൻ വാട്ട് അബൌട്ട് ജി ബി പി യു എസ് ടി. ജി ബി പി യു എസ് ടി ഇതുപോലെ ഡൗൺ ട്രെൻഡ് ആയിരുന്നു, ഡൗൺ ട്രെൻഡിലോട്ട് വന്നു. ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ലോ പോയിന്റ് ഇതായിരുന്നു, അതിന്റെ ഹൈ പോയിന്റ് ഇതായിരുന്നു അല്ലെ. ഇന്നലെ മാർക്കറ്റിൽ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ഇതിൽ നിന്ന് ഒരു സെല്ല് ഇറങ്ങിയിട്ടുണ്ട് അല്ലെ. സെല്ല് ഇറങ്ങി അത് കണ്ടിന്യൂ ചെയ്യാൻ വന്നില്ല, തിരിച്ചെന്ത് ചെയ്തു, ഇവിടെയുള്ള ഏഷ്യൻ ലോ ലിക്വിഡിറ്റി ഒക്കെ ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്തു, തിരിച്ച് മേലോട്ട് തന്നെ പോയി. ഇന്ന് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലോനെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആക്കിയിട്ടുണ്ട് അല്ലെ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ലോവർ ഹൈ നമുക്ക് എന്ത് ചെയ്തു, കൺഫേം, ഈ ഒരു ലോവറിലോ നമുക്ക് കൺഫേം ആയി. ഇനി ഇവിടെ നമുക്കൊരു എന്ത് കൺഫേം ആണ്, ഒരു ഹൈ കൺഫേം ആണ്. ഒരു 3 ക്യാൻഡിൽ തന്ന് ഹൈ കൺഫേം ആണ്. അതുവരെ നമ്മളെ ട്രേഡിംഗ് റേഞ്ച് എന്താവില്ല, വാലിഡ് ആവില്ല. ഹൈ കൺഫേം ആയി കഴിഞ്ഞാൽ ട്രേഡിംഗ് റേഞ്ച് വാലിഡ് ആവും. then ഇത്രമാത്രം ലിക്വിഡിറ്റീസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്റ്റിംഗ് ആയി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കറ്റ് ഇതിൽ നിന്നാണ് ഡയറക്റ്റ് എൻട്രി ഞാൻ എന്ത് ചെയ്യുന്നത്, എന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ നോക്കുന്നത്. ഇനി അതല്ല ഇവിടുന്നൊക്കെ ഡിസ്കൗണ്ടിൽ എത്തി കണ്ടിന്യൂഷൻ എൻട്രി പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്നൊക്കെ എന്ത് ചെയ്യും, മാർക്കറ്റിന്റെ ഫ്ലോ മനസ്സിലാക്കിയിട്ട് അതിന്റെ മേലെന്ന് കയറി പോകുകയും ചെയ്യും അല്ലെ. മെയിൻ എൻട്രി ആയിട്ട് ഞാൻ ഇതാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ മേ ബി ചിലപ്പോൾ കൊണ്ട് എത്തുന്നതിന്റെ മുന്നേ തന്നെ മാർക്കറ്റ് റിയാക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, പ്ലാൻ മാറ്റി കൊടുത്തിട്ട് അതിന്റെ ബേസിൽ ട്രേഡ് നോക്കാം. ഓക്കെ, ആദ്യം ഇവിടെ ഒരു ഹൈ കൺഫേം ആവണം, ദെൻ പുൾ ബാക്ക് വരണം. പുൾ ബാക്ക് വന്നിട്ട് എക്സ്പാൻഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ്സ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ദെൻ യൂറോ യു എസ് ടി. യൂറോ യു എസ് ടിയിലും വരികയാണെങ്കിൽ സെയിം സെനാരിയോ ആണ്. ഡൗൺ ട്രെൻഡ് ആയിരുന്നു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ വന്നു. ദെൻ ഇവിടെ ലോ കൺഫേം ആയി ബ്രേക്ക് വന്നു. ദെൻ ഇവിടെ ലോ കൺഫേം ആയി ബ്രേക്ക് വന്നു. ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ലോ പോയിന്റ് ഇതായിരുന്നു, അതിന്റെ ഹൈ പോയിന്റ് ഇതായിരുന്നു അല്ലെ. ഈ ഹൈനെ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ഹൈ കൺഫേം ആയി. ഈ ഒരു ഹൈനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഹൈ പോയിന്റ് ലോ പോയിന്റ് ഇതിനെ മാർക്കറ്റ് ഒന്നും കണ്ട് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. പക്ഷെ ഞാനിത് എക്സ്പെക്ട് ചെയ്തത് ഒരു ട്രാപ്പിംഗ് ചേഞ്ച് ആണ്, ഒന്ന് ട്രാപ്പ് ചെയ്തിട്ട് കയറി പോകുന്നുള്ളത് തന്നെയായിരുന്നു അല്ലെ. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് വന്നു, ഈ ഒരു ഏഷ്യന്റെ ലോനെ ക്ലിയർ ചെയ്ത് ദെൻ ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് എന്ത് ചെയ്തത്, മാർക്കറ്റ് പോയത്. ഓക്കെ, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് പോയത്. ഞാൻ ഇന്നലെ ഈവനിങ് ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു പോക്കിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ മാർക്കറ്റ് ഇതുവരെ പോയി, എൻ്റെ ഒരു 1:3 വരെയൊക്കെ പോയി. ഞാനത് ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്തു. ദെൻ മാർക്കറ്റ് വീണ്ടും അത് വന്നിട്ട് എന്ത് ചെയ്തു, ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ ഒരു ചെറിയ SL ഒക്കെ തന്നിട്ടാണ് പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തന്നെ, കയറിയിട്ട് ആ റേഞ്ചിലോട്ട് തന്നെ പോയത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് മാർക്കറ്റ് ഇന്നലെ ഓൾറെഡി ഒരു ട്രേഡ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അപ് ട്രെൻഡിലേക്ക് തന്നെയാണ് ഡയറക്ഷൻ. പിന്നെ ഇവിടെ 3 ലിക്വിഡിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ മാർക്കറ്റ് ഫോം ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ മാർക്കറ്റ് ഇങ്ങോട്ട് താഴത്തോട്ട് വരണം. അതാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് പേഴ്സണലി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു പുൾ ബാക്ക് തന്ന് ഇവിടെ നിന്നാണ് ഈ ഒരു ഏരിയനെ പ്രിസൈസ് ചെയ്ത് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പ്രിസൈസ് ചെയ്തിട്ട് നല്ലൊരു സ്ട്രോങ് ഏരിയ നിന്നാണ് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഞാൻ പേഴ്സണലി ഒരു ട്രേഡ് നോക്കുന്നത്. ഓക്കെ, അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓക്കെ ഫൈൻ. 3 മിനിറ്റ്, 3 മിനിറ്റിൽ നല്ല പോയിന്റ് ഇല്ല. 5 മിനിറ്റിൽ ഈ ഒരു പോയിന്റ് അല്ലെ, 1 മിനിറ്റ് തന്നെയാണ് പോയിന്റ് നല്ലത് കാണുന്നത്. ഓക്കെ 1 മിനിറ്റില്, ഓക്കെ 1 മിനിറ്റിൽ ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഓക്കെ ആണ്. ഈ ഒരു ഓർഡർ ബ്ലോക്ക്, റിജക്ഷൻ ബ്ലോക്ക്, ഈ ഒരു ഏരിയ. ഇവിടുന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇന്നൊരു ഡയറക്റ്റ് എൻട്രിക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ പ്രിസൈസ് ചെയ്ത് അതിന്റെ ഏറ്റവും എൻഡിലുള്ള പോയിന്റിനെയാണ് എന്ത് ചെയ്യുന്നത്, വെയിറ്റ് ചെയ്യുന്നത്, വലിയ ഏരിയനെ എടുത്തിട്ട്. ഓക്കെ അപ്പൊ ഇങ്ങോട്ട് മാർക്കറ്റ് പുൾ ബാക്ക് തന്ന് എന്നിട്ട് മാർക്കറ്റ് ഇവിടുന്ന് എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പേഴ്സണലി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം, ഇനി ഇവിടുന്നൊക്കെ ചിലപ്പോൾ ഇവിടുന്ന് പോകാനും ചാൻസ് ഉണ്ട്. ഇതിനെ ലിക്വിഡിറ്റി ആക്കിയിട്ട്, കാരണം ഇത് അത്യാവശ്യം ഈ താഴത്തോട്ട് വരാനുണ്ട്, 40 ഇപ്പോഴും താഴത്തോട്ട് വരാനുണ്ട്. അപ്പൊ ചിലപ്പോൾ ഇവിടുന്നൊക്കെ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഒരു ചെറിയ മൂവ്മെന്റ് തരാം, ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഒരു ചെറിയ മൂവ്മെന്റ് ഒക്കെ തരാം. ഓക്കെ ഇവിടെ നിന്നൊക്കെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ കൺഫർമേഷൻ എൻട്രി നോക്കും, അതിന്റെ ബേസിൽ ട്രേഡ് എടുക്കും. അല്ല ഇവിടെ ഇത്രയും ലിക്വിഡിറ്റീസ് ക്ലിയർ ചെയ്ത് വരികയാണെങ്കിൽ ഇവിടുന്നൊക്കെ എന്ത് ചെയ്യാം, ഡയറക്റ്റ് എൻട്രി കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ ഉള്ളിൽ നിന്ന് കൺഫർമേഷൻ എൻട്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ലോ റിസ്ക് എൻട്രിയോ മീഡിയം റിസ്ക് എൻട്രിയോ നമ്മൾ നോക്കും. ഓക്കെ ഇതാണ് ഇന്നത്തെ 3 പെയറിലുള്ള പ്ലാൻസ്, ട്രേഡിംഗ് പ്ലാൻസ് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക, പ്ലാൻ ചെയ്യുക. നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ്സ് കാര്യങ്ങൾ പ്ലേസ് ചെയ്യാം. ഓക്കെ ദാറ്റ്സ് ഇറ്റ്, താങ്ക് യു.